മണ്ണിലൊരു പൈതലിനായി കാതോടു കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്. കണ്ണും 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 കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനായി കാതോടു കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്. ആകാശവീതിയിൽ ആശാനെ ആശാൻ മാസ്ക് കാണിച്ചാ മാസ്ക് കൂടിക്കേ. ആശാൻ ഇവിടെ ഇല്ലാതെ സ്ഥിതിക്ക് നമ്മുടെ മേൻ ഈ കൂട്ടത്തിൽ കാണും. ആശാൻ അവിടെ അവിടെ ആശാൻ ഹലോ ഹലോ ഇവിടെ ജാമ്യയിൽ ക്രിസ്മസ് ആഘോഷം പാടുണ്ടോ, അനുവദനീയമാണോ? അതിന്റെ കാര്യത്തില് പണ്ഡിതന്മാർക്കടിയിൽ രണ്ടഭിപ്രായം. അതൊന്നും ഇപ്പൊ ഇവിടെ പറയാൻ സമയമല്ല. അവിടെ ചോദിച്ചാൽ മനസ്സിലാവട്ടോ. ജാമ്യയിൽ കരോള് മാത്രല്ല, വേറെയും കുറെ നിഗൂഢതകൾ. ഉദാഹരണത്തിന് ജാമ്യയുടെ 70-ാം വർഷാഘോഷം. ജാമ്യ എന്ന് തുടങ്ങിയത് 1950. ഇപ്പൊ ഏതാ വർഷം? 2025. കണക്കൂട്ടിക്കാം. അപ്പൊ കൂടുതലല്ലേ? 75 ഓർമ്മയില്ല? അന്ന് പറഞ്ഞില്ലേ എന്ന്. അതായത് ജാമ്യയിൽ വർക്കിംഗ് ഡേയ്സ് എത്രയാണ്? 185. ബാക്കി ലീവിംഗ് ഡേയ്സ് ആവുമല്ലോ. അപ്പൊ ഈ ലീവിംഗ് ഡേയ്സ് ഇങ്ങനെ വെട്ടി കുറച്ചാല് കൊല്ലങ്ങൾ ഇങ്ങനെ കുറയുമല്ലോ. ഇത് ഞാൻ എവിടെയോ ലീവിംഗ് ഡേയ്സ് ഇങ്ങനെ വെട്ടി കുറച്ചാൽ ഇങ്ങനെ കുറയുമല്ലോ. അപ്പോഴും റൗണ്ട് ആക്കി 60-65 കൊല്ലം റൗണ്ട് ആക്കി ഡൈവാണ് കൊടുത്താ. അപ്പൊ ക്ലിയർ. ആശാന് ഈ നിഗൂഢതകളൊക്കെ കേൾക്കുമ്പോ എനിക്കൊരു സംശയം തോന്നുന്നു. ആശാൻ നിർബന്ധിക്കുകയാണെങ്കിൽ ഞാൻ എന്തിവിടെ പറയാം. അല്ലല്ല, സംശയം തോന്നിയത് പറയണം. അതായത് ഈ നിഗൂഢതകളൊക്കെ കൂട്ടി വായിക്കൂ. ജാമ്യക്ക് പിന്നിലും ജമാഅത്ത് ഇസ്ലാമി അല്ലേ എന്നൊരു സംശയം. ഞാൻ 2 കൊല്ലത്തെ ഫീസ് എനിക്ക് ആ ചപ്പാത്തി കണ്ടപ്പോഴേ തോന്നിയാണെന്ന്. ഇത് ശരിക്കുള്ള ജാമ്യല്ല. ഞാൻ പറയട്ടെ, സഹൃദയരെ, കലാസ്നേഹികളെ, നാം എല്ലാവരും അറിയുന്നത് പോലെ ജാമ്യ അതിൻ്റെ 7 പതിറ്റാണ്ട് ആഘോഷമാക്കാൻ പോവുകയാണ്. അതിൻ്റെ ഭാഗമായി അതിവിപുലമായിട്ടുള്ള പ്രഖ്യാപന സമ്മേളനമാണ് ഈ വരുന്ന ജനുവരി 4-ന് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആകുമെന്ന നിലയിൽ നിങ്ങൾ എല്ലാവരും വരണം എന്നാണ് എനിക്ക് പറയാൻ. അവസാനിപ്പിക്കണം ഒരു കാര്യം. ഒരു അമീർ സൊഫ് എന്നുള്ള നിലയിൽ ഞാനൊരു 10 വോളണ്ടിയർമാർ ആവശ്യപ്പെട്ടിരുന്നു. അതൊന്ന് പെട്ടെന്ന് തരണം. 15 മിനിറ്റിന് ശേഷം. അല്ല, ഇതെന്ത് പരിപാടി? എന്താ ജാമ്യന്റെ പ്രമോഷനാ? വിൽപ്പാട്ട് കളിക്കണ്ടേ? കുറച്ച് ബേക്കിൽ പിടിക്കാം. അതെ, ഈ ഞാൻ വലിയ നടനൊക്കെ ആണെങ്കിൽ ഈ വിൽപ്പാട്ട് അങ്ങനെ എനിക്ക് ഐഡിയ വഴിയുണ്ടാക്കാം. ഇപ്പൊ ജെമിനിന്റെ കാലല്ലേ, ജെമിനിയോട് ചോദിക്കാം. ജെമിനി, വിൽപ്പാട്ട് എന്നത് ഒരു നാടൻ കലാരൂപമാണ്. തമിഴ്നാട്ടിലും കേരളത്തിലെ ചില ഭാഗങ്ങളിലുമാണ് ഇത് പ്രചാരത്തിലുള്ളത്. പാട്ടും കഥ സിമ്പിളേ കളിച്ചോ. നാടൻ നാടൻ
വരട്ടെ പൊളിക്കും. വെക്കൂ വെക്കൂ. അയ്യോ ജർമ്മനി ഇത് പറഞ്ഞല്ലോ. അതായത് ഈ വിൽപ്പാട്ട് തുടങ്ങാ. വിൽപ്പാട്ട് എന്ന് പറയുമ്പോൾ ഈ കേരളത്തിലൊക്കെ കണ്ടുവരുന്ന തമിഴ്നാടൊക്കെ ചിലതിൽ ഉണ്ടത് എന്ന് പറയപ്പെടുന്നു. അങ്ങനെ കേരളത്തിലും തമിഴ്നാടൊക്കെ കണ്ടുവരുന്ന അതല്ലല്ലോ. അങ്ങനെയല്ലല്ലോ. ഓന്റെ ഒരു ജമിനി. അല്ല അപ്പൊ ഇതായിരിക്കും ശബ്ദക്രമീകരണം 20 മാർക്ക്, ഹാസ്യം 20 മാർക്ക്. ഇത് നമുക്കറിയില്ല ഹാസനെ കളിക്ക്. അപ്പൊ സഹൃദയരെ, കലാസ്നേഹികളെ, സർവ്വസംഘങ്ങളുടെയും സംഗമസ്ഥലമായ വിൽപ്പാട്ടിന്റെ മൈതാനിയിൽ ഞങ്ങളിതാ ഞങ്ങളുടെ കലാവിഷ്കാരം തുടങ്ങുകയാണ്. ഫസ്റ്റ് ഇയറിൽ വിൽപ്പാട്ട് കളിക്കുമ്പോൾ കുറെ കന്തൂര, ഒരു കാലംകുട, 2 അയമുട്ടി, 3 കുഞ്ഞാപ്പൂ, ഒരു മണ്ടനാശാനെ ഞങ്ങൾ കണ്ടു. അല്ല, നല്ലൊരു ക്രിസ്മസ് രാവൊക്കെ ആയിട്ട് ആഘോഷമൊന്നുമില്ലേ? എനിക്കറിയായിരുന്നു ആശാന്ത് ചോദിക്കുന്നു. പൊട്ടിക്കണോ പടക്കം? ഇത് വിൽപ്പാട്ടോ തേങ്ങ കൊടുക്കലോ? എത്ര സൈലന്റ് ആയിട്ട് എല്ലാരും ഇരിക്കണേ. ഇല്ല, അതിപ്പോ പശു ഇങ്ങനെ കുത്താൻ വരുമ്പോ പശുവിന് അറിയണ്ടാവില്ലല്ലോ യോഗ്യാണോ മറ്റോനാണോ എന്നൊന്നും. എത്ര സിമ്പിൾ ആയിട്ട് ഒരു 40 ലക്ഷം ഓട്ടം മറിച്ചത്. അല്ലേ, വിദ്യാഭ്യാസ മന്ത്രി ഇപ്പൊ PMCയിൽ ഒപ്പിട്ടല്ലോ. ഇനിയിപ്പോ അതിപ്പോ ഇങ്ങനെ നോക്കി നടത്താൻ പറ്റുമോ? എന്നാലും അണ്ടിപ്പരിപ്പിന്റെ ജ്യൂസിന്റെ കടം ചോദിക്കേണ്ടിയിരുന്നു. അതിപ്പോ എങ്ങനെടോ? അത് പറയരുതിട്ടോ, അത് പറയരുതിട്ടോ. ഈ മണ്ടന്മാര് എന്തൊക്കെയാ പറയണേ? വെറുതെ കാണാകുണാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ആ കാശ്മീർ അങ്ങ് പാകിസ്ഥാനോട് പ്രശ്നം പരിഹരിച്ചില്ലേ? പടക്കം പൊട്ടി എല്ലാവരും ചെവി അടിച്ചു പോയിരിക്കുന്നു. എന്തായാലും ആശാൻ സൈഡായ സ്ഥിതിക്ക് ഇനി ഞാൻ തന്നെ ഇവിടെ മെയിൻ. സഹൃദയരെ, ഇവർ പറഞ്ഞു വെച്ച കാര്യങ്ങൾ ചിലപ്പോൾ പരസ്പര വൈരുദ്ധ്യമായി നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. ഇവർ ചോദിച്ച ഓരോ ചോദ്യങ്ങളും തകരുന്ന ഇന്ത്യൻ ജനാധിപത്യത്തെ തട്ടി ഉണർത്താനുള്ളതാണ്. വോട്ട് ചോരി, SIR, ഇതെല്ലാം ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ കഴുത്തിൽ കത്തിവെക്കുന്ന ഏർപ്പാടാണ്. നമ്മുടെ എത്ര നേതാക്കളാണ് ഒന്നും ചെയ്യാത്ത കുറ്റത്തിന് ജയിലുകളിൽ കിടക്കുന്നത്. ഇനിയും ഈ സംഘപരിവാറിനെതിരെ മൗഢ്യം അനുവദിച്ചുകൂടാ. ജനകീയ പ്രതിരോധം രൂപപ്പെടേണ്ടതുണ്ട്. இந்த பஞ்சாயத்தில വോട്ടുകൾ കെട്ടത് അരിവനോ, இந்த പഞ്ചായത്തിലെ പേരുകൾ വെട്ടിയത് അരിവനോ, PM ശ്രീയിൽ ഒപ്പുവെച്ചവൻ അരിവനോ, പണ്ട് പാർലമെന്റ് പൊളിച്ചെറിഞ്ഞവൻ അരിവനോ, ജനങ്ങൾ കറങ്ങിത്തിരിയും കാലം ഗതികെട്ടലയും നേരം ഇന്ത്യൻ രാജ്യമാകെ കുട്ടിച്ചൊറക്കിയവൻ അരിവനോ 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 അരിവനോ. ആരാണത്? അല്ലെങ്കിൽ അന്റെ യാത്രയാത്തിന് വരലെന്തോ മടങ്ങൂലേ? അത് പിന്നെന്താ അറിയോ? കഞ്ഞിവോട്ടാ. അനക്ക് 18ആയോ? എന്ത് അങ്ങനെയൊക്കെ ചോദിച്ചു? ആയില്ലേ? അല്ല, അനക്ക് വോട്ടൊന്നുമില്ല. ഈ പത്രമൊന്നും വായിക്കില്ലല്ലേ? എനിക്കും മമ്മൂട്ടിക്ക് പ്രാവശ്യം വോട്ടില്ല. അന്റെ വെട്ടിയില്ലേ, ലിസ്റ്റിന് വെട്ടിയില്ലേ? ഇതിന്റെ റേഞ്ച് നോക്കണം. ഇന്ന മാത്രമല്ലോ, നമ്മളെ ഗാന്ധിന് വെട്ടില്ലേ? ഗാന്ധിജിനെ വെടിയച്ചല്ലേ കൊന്നത്? അനക്ക് ഈ കണ്ടംപററി വിഷയങ്ങളെ കുറിച്ചൊന്നും വലിയ ധാരണല്ലേ? ഈ പോട്ടെ, ഇനി അനക്ക് കേരള രാഷ്ട്രീയത്തെ പറ്റി എന്തറിയാം? ഇജി പൊട്ടനാ? എടാ, കേരള രാഷ്ട്രീയൊക്കെ ഇത്രയുള്ളൂ. ഇജി ഇന്റർനാഷണൽ ലെവലിലേക്ക് വാ. എന്താ സത്താറേ? അതായത് ഇപ്പൊ നമ്മളെ കേരളത്തില് MP ആയിരുന്നല്ലോ സമദാനിയൊക്കെ. സമദാനി അയാളെന്താ? അയാൾക്കെന്താ ന്യൂയോർക്കിൽ വലിയ ആളല്ലേ? മേയർ സമദാനി അല്ലെങ്കിൽ സൂറാമന്താനി. അത് ശരി. അല്ല, ഈജിപ്പെടുത്ത് വോട്ട് ചെയ്യാൻ പോയിട്ട് പ്രശ്നം ഉണ്ടായി കേട്ടല്ലോ. അയച്ചു കേട്ടില്ലേ? കേട്ടു. എന്താ വെച്ചാല് ചെറിയ പ്രശ്നമാണ്. പറഞ്ഞോ. ഞാനൊരു സെലിബ്രിറ്റി ആണല്ലോ. ലോക്കൽ സെലിബ്രിറ്റി ആണല്ലോ. 3358 ലോക്കൽ സെലിബ്രിറ്റി പറയും. ഞാൻ ഇങ്ങനെ രാവിലെ തന്നെ നീച്ചിട്ട് വോട്ടിംഗ് ബൂത്തിക്ക് കയറി അങ്ങോട്ട് ചെന്ന് ചെല്ലാൻ പറ്റും. ക്യൂ ഒക്കെ ഉണ്ടാവില്ല. അതാണ് പ്രശ്നമായത്. അതായത് ഒരു ചേട്ടന് മാത്രമേ പ്രശ്നമുള്ളൂ. ചേട്ടന് മാത്രം പ്രശ്നം. പറയട്ടെ. ആ ചേട്ടൻ എന്താ പ്രശ്നം? ആ ചേട്ടൻ പറയാം എന്നോട്, ഇവിടെ ബാക്കിയുള്ള കണ്ട മൂട് കാണാൻ നിൽക്കുക, ബാക്ക് പോയി നിൽക്കുന്നു. ബാക്ക് കണ്ട് നോക്കിയപ്പോഴല്ലേ എന്തോരാൾക്കാരാ. ചെങ്ങായി ഒരു അറിയണ്ടാവില്ല, ഒരു ലോക്കൽ സെലിബ്രിറ്റി ആണ്. അല്ല, അത് ഭയങ്കര സംഭവമാണ്. ഞാൻ എന്താ വെച്ചാലേ
ഞാൻ ഇതേമാതിരി എന്നോടായിട്ട് പറയാട്ടോ. ആ. ആശാൻ കേക്കണ്ട, അവിടെ ഉള്ളവരൊന്നും കേക്കണ്ട. സ്വകാര്യം. എന്നോടായിട്ട് പറയാണ്, നമ്മളെ നാട്ടിലുണ്ടല്ലോ എന്താ ഈ തൊള്ളി നോക്കിക്കണ്, വോട്ട് ചോരി നടന്നിക്കണേ. ശരിക്കും ഞാൻ എന്റെ കണ്ണോണ്ട് കണ്ട കാര്യം. അതെങ്ങനെ അറിയോ? എന്റെ കഞ്ഞി വോട്ടാണല്ലോ, ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും. സ്വാഭാവികം. ഇതാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ? ശരിയാണ്. അതായത് ഞാൻ ഇങ്ങനെ രാവിലെ തന്നെ നീച്ചിട്ട് മണ്ടി പാഞ്ഞു പോയല്ലോ, മൂഞ്ചിയല്ലോ, എന്നിട്ട് ഇങ്ങനെ ബാക്കിക്ക് പോയല്ലോ. ബാക്ക് നിന്ന് മുമ്പ് കയറി കച്ചുമ്പോ മൈലാഞ്ചൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ചെന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോ 1 2 3 ബോർഡാടാ. 3 ബോർഡിൽ കുത്തിച്ച്. ഞാനാണെങ്കിൽ ഒന്നല്ല പഠിച്ചിട്ടുള്ളൂ കുത്താന്, ഇതാണെങ്കിൽ നോക്കുമ്പോ 3 ബോർഡ്. ആകെ കൺഫ്യൂഷൻ ആയി പോയി. ഞാൻ എന്നിട്ട് എന്ത് ചെയ്തറിയോ? അങ്ങോട്ട് ചൊല്ലി പ്രാർത്ഥിച്ചോ? 5-6 കള്ളന്മാര് 5-6 നെക്കി കൊണ്ടോടുന്ന നേരത്തെ കുട്ടന്റെ നിങ്ങൾക്ക് ഇങ്ങനെ കഥകൾ പറയാൻ കുറെ ഉണ്ടാവും എനിക്കറിയാം. അതെ കൂട്ടുകാരെ, ഇനി നിങ്ങളോടാണ്. ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിക്ക് പ്രത്യേകിച്ച് നേട്ടങ്ങളൊന്നും എണ്ണിപ്പറയാനില്ലാത്തത് കൊണ്ടാകണം ഇത്തവണയും സർക്കാർ നേരിട്ടത് ന്യൂനപക്ഷ സമുദായങ്ങൾക്കെതിരെ വെറുപ്പിന്റെ, വിദ്വേഷത്തിന്റെ കത്തികൾ വെച്ചുകൊണ്ടുള്ള പ്രചരണങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ പതിവ് പോലെ ജമാഅത്തെ ഇസ്ലാമിയും കളന്നിറങ്ങി. പക്ഷേ ഇത്തവണ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഇത്തവണ കേരളീയ ജനത ഈ കൊള്ളരുതായ്മയ്ക്കെതിരെ ശക്തമായിട്ടുള്ളൊരു പ്രതികരണം തന്നെ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ ഇടതുപക്ഷ അനുഭാവികളോട് ഇനിയെങ്കിലും കണ്ടും കേട്ടുമറിഞ്ഞ് നയനിലപാട് സ്വീകരിക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. എന്നാ പണിക്കൂടെ. നാട് മുഴുവൻ കട്ടുമുടിച്ച്, റോഡ് മുഴുവൻ പൊട്ടിയൊലിച്ച്, പിയർ കൊണ്ട് കളം വരച്ച് കാത്തിരുന്നോനെ അയ്യപ്പൻ്റെ സ്വർണം കട്ട് കേരളത്തിൻ മാനം വിറ്റ്, വിദ്വേഷത്താൽ കിളം നിറഞ്ഞ് തോറ്റുപോയോരേ. ആശാനെ, ഞാനിതങ്ങ് സ്ഥിരാക്കിയല്ലോ നാലിക്ക. സ്ഥിരാക്കാൻ പറ്റില്ല ആശാനെ. ചുവപ്പ് എത്തിന് പോകണം. നാളെ നാടകങ്ങളിലാണ്, ഒന്നും റെഡി ആയിട്ടില്ല. എവിടുന്ന ഈ ചെങ്ങാനെ കേട്ടു വല്ല മൗദു അവാർഡും കൊടുത്ത് ഒഴിവാക്ക എനിക്ക്. ആശാനെ, ഞാൻ തണുപ്പിനെ പറ്റിയുടെ പറഞ്ഞത്. തണുപ്പിനെ പറ്റിയായിട്ട് പറയാ. എടാ തണുപ്പ് എന്നൊക്കെ ഇപ്പൊ ഊട്ടിയിലെ തണുപ്പ് കണ്ടിക്കണോ? എടാ ഊട്ടിയിലെ തണുപ്പ് അത് എന്താ ട്രെൻഡ്? കാറുമ്പോ നിങ്ങനെ പൊടിച്ചണം, അങ്ങനെ ചൊരണ്ട. അതല്ല പിടിച്ച് ഞാൻ പറയണ്ട. എന്താ അറിയോ, ഇപ്പൊ നമ്മളെ കേരളത്തിൽ നല്ല ക്ലൈമറ്റ് ആടോ, ഭയങ്കര നല്ല. എങ്ങനെ ഉണ്ടാവാതിരിക്ക? നമ്മളെ പാർട്ടിയല്ലേ ഭരിക്കണ്. പുതിയ പരിഷ്കാരങ്ങൾ എന്തിന്? ന്യൂയോർക്കിനെ വെല്ലുന്ന റോഡ്. അത് കൊല്ലത്തൊന്ന് പൊളിഞ്ഞിട്ടാ. പോട്ടെ, ശബരിമലയിൽ എല്ലാവർക്കും പ്രവേശനം. ശാന്തിയും സമാധാനവും നിറഞ്ഞ അന്തരീക്ഷം. ശാന്തിയും സമാധാനവും പറഞ്ഞപ്പോൾ എനിക്ക് ചിലത് പറയാറുണ്ട്. നമ്മൾ മലയാളികളാണല്ലോ, പ്രബുദ്ധ മലയാളികൾ, 100% ലിറ്ററസി സാർ. അങ്ങനെ പ്രബുദ്ധ മലയാളികളെന്ന് അഭിമാനിച്ചായിരുന്നു ഇത്രയും കാലം നമ്മൾ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോന്ന് വരുമ്പോഴും അതങ്ങ് ഉത്തരേന്ത്യയിലല്ലേ, അതങ്ങ് ബീഹാറിലല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അഭിമാനം കൊള്ളാറുണ്ടായിരുന്നു. പക്ഷേ ഇനി ഇത്തരം അഭിമാന ക്യാപ്സ്യൂളുകളൊന്നും നിലവിൽ വില പോകാൻ പോകുന്നില്ല. അതേ സുഹൃത്തുക്കളെ, പറഞ്ഞു വരുന്നത് അതുതന്നെയാണ്. നാം ഏവരെയും നടുക്കിക്കൊണ്ട് ഈ കേരളത്തിലും ഒരാൾക്കൂട്ടക്കൊല സംഭവിച്ചിരിക്കുന്നു. ഞെട്ടൂല, എനിക്കറിയാം. നിങ്ങൾക്ക് ഞെട്ടണമെങ്കിൽ കാശ് കൊടുത്ത് ഞെട്ടൽ ബിരിയാണി കഴിക്കണമല്ലോ, അതവിടെ നിൽക്കട്ടെ. പക്ഷേ കേരളത്തിലും ഒരാൾക്കൂട്ടക്കൊല. നീ ബംഗ്ലാദേശിയല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു പച്ച മനുഷ്യനെ ആൾക്കൂട്ടം ക്രൂരമായി മർദ്ദിച്ചു കൊല്ലുമ്പോൾ സംഘപരിവാർ രാജ്യത്ത് പടച്ചുവിട്ട വർഗീയതയുടെ അവസാന ഉദാഹരണമാണ് ഈ കൊലപാതകം എന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ തിരിച്ചറിയണം. അതുകൊണ്ട് ഈ നിശബ്ദത ഉണ്ടല്ലോ, ഇനി നമുക്ക് വേണ്ട. ഇനി നമുക്ക് ശബ്ദിക്കാം. ബൾബിൽ മഞ്ഞ വെളിച്ചം, സമയം തീരുതേ, ആശാനിത പോണേ കൂടെ ഞങ്ങളും, പാട്ടുകൾ കൂത്തുകൾ കൂടെ കാര്യം പറച്ചിൽ, ഇതാ നാളിൽ വന്ന് ചേരും നാം സർഗ സംഗമം. ഞാനാണ് മെയിൻ, ഞാനാണ് ഇവിടെ ഇരിക്കേണ്ടത്. ഞാൻ പറയട്ടെ,
വിൽപ്പാട്ടിന് കാത്തു കേൾക്കല്ലേ. പിന്നെ പരിപാടി കുറച്ച് ലേറ്റ് ആവും, ആശാൻ എത്തിയിട്ടില്ല. ബ്രോ അനക്ക് എന്ത് പറ്റി? ഒന്ന് മനരിച്ചതാണോ? ഈ തണുപ്പത്ത് ഭാവിയെ കുറിച്ചൊന്നും എനിക്ക് ഓർമ്മയില്ല. തണുപ്പല്ലേ ഈ തണുപ്പത്ത് പരിപാടി ഞാൻ തുടങ്ങണം. അല്ല ആശാൻ അവിടെ? ആശാൻ വിൽപ്പാട്ടാണല്ലോ, നമ്മൾ ആദ്യത്തെ പരിപാടിയാണല്ലോ. ചെറുത് കുളിച്ചിട്ട് കയറുന്നല്ലേ അതിൻ്റെ ഒരു നല്ല, അതാ നല്ലത്. തണുപ്പായതുകൊണ്ട് പാലക്കാട് വരെ ഒന്ന് കുളിച്ചാൽ പോലെ സാധനത്ത് ഇപ്പത്തും. അല്ല വൈകില്ലേ? വീകൂലെന്നോ? ഡെഡിക്കേഷൻ്റെ കാര്യത്തിൽ ആശാനെ കഴിഞ്ഞിട്ട് വേറെ ഉള്ളൂ. പിന്നെ ആശാന്റെ കല്യാണത്തിന് തലേന്ന് ആശാന്റെ കല്യാണത്തിന് ഇമ്മ ചോദിച്ചു കാശ്മീരി മുളക് പൊടി കൊണ്ടുവരാൻ. കാശ്മീരി മുളക് പൊടി? ആ, എന്നിട്ട് കാശ്മീരി പോയിട്ട് മുളക് പൊടി വന്നിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ടാ കല്യാണം നടന്നു. അപ്പോ പരിപാടി തുടങ്ങാൻ 2 ആഴ്ച കഴിയുന്ന? അങ്ങനൊന്നും കഴിയില്ല. ഡെഡിക്കേഷന്റെ കാര്യത്തിൽ ആശാനെ കഴിഞ്ഞിട്ടുള്ളൂ വേറെ ആരും. يا الحبيب سمها سبوحة خطبها എന്താണ് ആശാൻ ഈ പാട്ട്? ഇത് തന്നെ അടുത്തില്ലേ? ആശാനെ ന്യൂ ജനറേഷൻ അല്ലേ, കാലത്തിനൊപ്പം പോണ്ടേ? ഈ വില്ലൊക്കെ ഒന്ന് മാറ്റിക്കൊള്ളൂ. വിൽപ്പാടിന്റെ വില്ലല്ല പിന്നെ അമ്പാക്കാൻ പറ്റുള്ളൂ. ആരാ ഇത്? ഞങ്ങൾ ആശാനാണ്. ഇത്രയും വലിയ മഹാനായ, ഇത്രയും വലിയ ഭയങ്കര പ്രസിദ്ധനായ ഈ ആശാനെ കണ്ടിട്ട് ആർക്കൊക്കെ എങ്ങനെയാണോ ബഹുമാനിക്കാതിരിക്കാൻ തോന്നി? അതൊക്കെ ശരി. ഇത്രയും ആൾക്കാരുടെ കാത്തുക്കൾ ആശാനെ പരിപാടി തുടങ്ങിക്ക. സർഗപ്രേമികളായ നാട്ടുകാരെ, 2025 സർഗസംഗമം വിൽപ്പാട്ട് ഇവിടെ ആരംഭിക്കുകയാണ്. അസ്രമുല്ല റോസാപ്പൂ മണം വീശും ആശാൻ വന്ന് വില്ലിൻ്റെ കൂടെ ഇരുന്നാട്ടെ. വിരിപൊക്കാൻ കാത്ത് നിന്ന് ആശാൻ വന്ന് കഥകൾ പലതും പറഞ്ഞോളേ. അല്ല ഇത് വോട്ട് ചെയ്തെന്നോ? ഈ വോട്ടില്ല, പ്രായമായിട്ടില്ല. അല്ല ഇത് വോട്ട് ചെയ്തോ? പിന്നെ അമ്മക്ക് വോട്ടില്ലായിരിക്കോ? ആർക്ക് വോട്ട് ചെയ്തേ? UDF വേറെ പാർക്കാം. അല്ല നിനക്ക് വോട്ടില്ലേ? അതിന്റെ കാര്യം കോമഡിയാ. എനിക്ക് ഇന്റെ ഒപ്പം നടക്കണ ബഷീർ കൂടെ നടക്കുന്ന തടിയന്മാരെ തന്നെ വിളിക്കണം. പിന്നെ ഓനാണ് ഞങ്ങളവിടെ സ്ഥാനാർത്ഥി നിന്ന്. ആ പൊട്ടനാ? അപ്പൊ എല്ലാവരും അങ്ങനെ തന്നെ അല്ലോ, ക്വാളിഫിക്കേഷൻ ആവശ്യമൊന്നുമില്ലല്ലോ. പിന്നെ ഓനാണ് സ്ഥാനാർത്ഥിയിലെത്തി. ഓനൊന്ന് ജയിപ്പിച്ചാൻ വേണ്ടി 1 മാസം വീടുകൾ ഇറങ്ങി വയറും നിറച്ച് ഞങ്ങൾ അങ്ങോട്ട് കേട്ടിട്ട് 4 വോട്ടിന് ഉറപ്പായി. 4 വോട്ടിന് ജയിക്കൂ? അല്ല 4 വോട്ട് ഉറപ്പായിന്ന്. 4 വോട്ട് ഉറപ്പായി. ഒരു റിസൾട്ടും വന്ന് ഉണ്ടാവൂല്ലേ? പിന്നല്ല, 1 വോട്ടേ. അല്ല 1 വോട്ടേ കിട്ടിയിട്ടുള്ളൂ. 1 വോട്ട് കിട്ടുകയാണെങ്കിൽ ബാക്കി 4 ബാക്കി 4 അവിടെ, അല്ല ബാക്കി 3 അവിടെ. 3 അതെന്താ അറിയോ? 2 ആൾ കുതിച്ചോറുണ്ടപ്പോ അങ്ങോട്ട് വോട്ട് മാറി. പിന്നുള്ളത് സ്ഥാനാർത്ഥിയാണല്ലോ. സ്ഥാനാർത്ഥി വന്നു ഓലൊരു ഞാൻ അങ്ങോട്ട് വോട്ട് തരാം, ഇത് ഇങ്ങോട്ട് വോട്ട് ചെയ്യും. അല്ലെങ്കിലും അങ്ങനെയാണല്ലോ സ്വന്തം ചിഹ്നത്തിന് എങ്ങനെ നമ്മൾ വോട്ട് ചെയ്യാം? അത് മോശമാണ്. അതുകൊണ്ട് ഓൻ അങ്ങോട്ട് വോട്ടും കൊടുത്തു, ഇങ്ങോട്ടാണ് വോട്ടും കിട്ടിയില്ല. പിന്നെ ആകെയുള്ളൊരു ഇൻ്റെ ഒരു വോട്ടാ. അതിൻ്റെ വിഷമം തീർക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എതിർ ടീമിന്റെ പരിപാടി കാട്ടി അവിടെ അങ്ങോട്ട് തിന്ന് മുട്ടിപ്പിച്ചങ്ങോട്ട് അല്ലേലും മത്സരമാകുമ്പോൾ തോൽവിക്കുണ്ടാവും, സ്വാഭാവികം. പക്ഷേ ഇത് വല്ലാത്തൊരു തോൽവി. അങ്ങനെ പറയുന്നത് ആ ഒരു ഒറ്റ വോട്ട് അതിന്റെ അടിത്തറഭദ്രാണല്ലോ. തോറ്റന്നെയാണ് അതിന്റെ വേറെ അങ്ങനെയാണെങ്കിൽ ചെക്കുവര, ഒരു നാൾ ചെക്കുവര. മതി. സംഭവം എലക്ഷൻ ആകുമ്പോൾ ഇപ്പോൾ തോൽവിയും ജയിക്കണ്ടാവും. എന്നാലും ജയിച്ചോല് ജയം സമ്മതിച്ചിണേലും തോറ്റോല് പരാജയത്തിനെ താത്വികമായിട്ട് അവലോകനം നടത്തിയിട്ട് പരാജയത്തെ പരാജയമായിട്ട് സമ്മതിച്ചിട്ടില്ല. എന്നാലും ജയിച്ചോലിപ്പോൾ അതിനുശേഷം വാർഡിലേക്കൊന്നും ഇറങ്ങിയില്ലെങ്കിലും
പരാജയപ്പെട്ടോല് അതിനുശേഷം വാർഡിലേക്ക് ഇറങ്ങിയിട്ട് അരിവാളായിട്ട് അത്യാവശ്യം നടന്നുണ്ട്. ഇവിടെ ആരാരും തോറ്റിട്ടില്ല, തോറ്റാലും ആരാരും സമ്മതിക്കില്ല. പഴയ കിറ്റിൻ്റെ വോട്ടൊന്നുമില്ല, പുതിയ തന്ത്രം ഇതാണ് നിൻ വടിവാള് ടുടുട്ടുട്ടുടുട്ടുട്ടുട്ടുട്ടുട്ടുട്ടു വടിവാള് ടുടുട്ടുട്ടുടുട്ടുട്ടുട്ടുട്ടുട്ടു വടിവാള്. പിന്നെ നമ്മളെ ദിലീപിന്റെ പുതിയൊരു പടം ഇറങ്ങിയതല്ല. ദിലീപല്ല, പിന്നെ ഞാൻ പറഞ്ഞ ദിലീപിന്റെ കാര്യം ദിലീപേട്ടനെ പറയരുത്. ദിലീപേട്ടൻ എന്തൊരു കുറവ്? ജനപക്ഷ നേതാവല്ലേ? പറയാൻ പഠിച്ചാൽ ജനപ്രിയ നായകനല്ലേ? ഒലക്ക. എന്താ ഒരു കുറവ്? എത്ര സിനിമകൾ, എല്ലാവരെയും സ്വാധീനിച്ച വ്യക്തിത്വമല്ലേ? എന്താ പ്രശ്നം? ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഇപ്പോഴത്തെ നല്ലൊരു പടം. തങ്കമണി ഇതാ പറഞ്ഞേ, ഒരുമാതിരി പടം. ഇതൊക്കെ തിയേറ്റർ കണ്ടു എന്നല്ല, നമ്മളാരും കണ്ടോ? പടം പടായി അത്ര തന്നെ. അമ്മാതിരി കമന്റ് ഒന്നും പടം. ദിലീപേട്ടൻ എന്താ ഒരു കുറവ്? ദിലീപിൻ്റെതൊക്കെ കോടതി തീരുമാനിച്ചു. സംഭവം ഇരക്ക് നീതി കിട്ടിയില്ലെങ്കിലും ഇര മുകളിലുള്ള കോടതിയിൽ പോവും, അത് അങ്ങനെ പോയിക്കോളും. ഇവിടെ ഇപ്പം നമ്മൾ രണ്ട് പക്ഷമാണുള്ളത്, ഒന്ന് അവൾക്കൊപ്പം ഒന്ന് അവനൊപ്പം. ഇതിലിപ്പോൾ നമ്മൾ ഇതൊന്നും ചർച്ച ചെയ്യേണ്ടതില്ല. നമ്മളിതിനെ വളരെ ധാർമ്മികപരമായിട്ട് കാണുകയാണെങ്കിൽ ഇതിനെ അതിൻ്റെ രീതിയിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അല്ല അമിതേ, എന്താണ് നിന്റെ നാടിനോട് ഒച്ച? ഭയങ്കര ബഹളോ, ആൾക്കൂട്ടം ആകെ കൂടി. അതെന്താ അറിയോ, നമ്മളെ മരംപട്ടാരം കെരീമുണ്ടല്ലോ, പുതിയൊരു ചാനൽ തുടങ്ങി. അപ്പൊ അതിന്റെ ഉദ്ഘാടനവും പരിപാടി കയറ്റി മെസ്സി വരുന്നുണ്ടേ. പക്ഷെ ഫിഫന്റെ അനുമതി കിട്ടണം, എന്നാലേ വരുള്ളൂ. എന്റെ വർത്താനം കേട്ടോന്നു തട്ടിപ്പില് ഇതായിക്കുന്നു. ഞാൻ പറഞ്ഞാലോ, ഞാൻ അങ്ങാടി നിൽക്കേ, ഒരുത്തം വന്നിട്ട് പറഞ്ഞു ഓക്കെ എനിക്ക് മെസ്സിനെ കാണണം. മെസ്സിനെ കാണാൻ സ്വാഭാവികമാണ്. ശരി, ഞാൻ പറഞ്ഞു ആ കാണണമെന്ന് പറഞ്ഞു. അങ്ങോട്ട് ഓൻ അങ്ങോട്ട് തുടങ്ങി. എടാ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ 100ാം വാർഷികമാണ്, 12,000 രൂപ ടിക്കറ്റ്, 1200 രൂപ വരെ തരാന്ന് പേര് പറഞ്ഞു. തട്ടിപ്പ് ഉറപ്പാ. ഇങ്ങനെ ഓരോരോ തട്ടിപ്പറങ്ങും. ഇതിന്റെ മുന്നിൽ നമ്മൾ തലക്കരുത്, അതാണ് നമ്മൾ സ്റ്റാൻഡ് നിൽക്കുന്നത്. അല്ല, എന്നിട്ട് ആ ടിക്കറ്റ് നീ വാങ്ങിച്ചാ? അത് ചിലപ്പോ കിട്ടിയാലോ വെച്ചിട്ട് ഞാൻ വന്നിട്ട് മെസ്സിയെ കണ്ട. മെസ്സിനെ കാണാൻ പോയി, പക്ഷെ ആ ടിക്കറ്റ് വർക്കായത് മുംബൈത്തെ മെട്രോല. എന്തോടൂ, പണ്ട് ഞാൻ ഇതേപോലെ വേണ്ട. ഇതിലിപ്പോ മെസ്സി കേരളത്തിൽ വന്നാലും ഇല്ലെങ്കിലും നമ്മക്കതിൽ കാര്യമൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ ഇന്ത്യൻ്റെ ലീഗായിട്ടുള്ള ISL തന്നെ മുടങ്ങിയിട്ട് കാലങ്ങളായി. പിന്നെ ഇപ്പം എന്താ വെച്ചാൽ ഇവിടുത്തെ കുട്ടികൾക്ക് തന്നെ പന്തളിച്ച സ്ഥലമില്ലാത്ത സമയമാണ്. ഇവിടെ ഇപ്പം മെസ്സി വന്നിട്ട് നമുക്ക് കാര്യമില്ല. പിന്നെ ഇപ്പം മെസ്സിനെ കൊണ്ടുവരാണെങ്കിൽ നമ്മളെ സർക്കാരിന് പോകുന്ന വലിയ പ്രശ്നമല്ല, ഞങ്ങളടുത്ത് അത്യാവശ്യം സ്വർണ്ണമുണ്ട്. പിന്നെ ഇപ്പം എന്താ വെച്ചാൽ മെസ്സി വന്നിട്ടില്ലെങ്കിൽ ആർക്ക് പോയി? മെസ്സിക്ക് പോയി. ബോട്ടും ഫുട്ബോളും ഗ്രൗണ്ടുമില്ല, ചേലിൽ അണിഞ്ഞവൻ നാട്ടിൽ പല, ഖത്തറിനിറങ്ങിയ കനക കട്ടി, പാസുകൾ ഗോളാക്കി പോസ്റ്റിൽ കയറ്റി. പിന്നെ ഇപ്പൊ നിയമത്തിന്റെ മറ്റേ എന്താ വോട്ട് വരുന്നല്ലോ, നിയമസഭയുടെ വോട്ട് വരില്ലേ? എന്താ അണ്ടർസ്റ്റാൻഡ്? ഞങ്ങളെ പാർട്ടി തൂക്കും. നോക്കുവോ? തൂക്കുന്നല്ല, ജയിച്ചു തൂക്കും. നോക്കിക്കോ, ഞങ്ങളെ പാർട്ടി അതിന്റെ കൊറേ ടീമാളായിട്ട് ഇറങ്ങിക്കും. ഒന്ന് നമ്മളെ അൻവറിന്റെ ആയിട്ട്, പിന്നെ നമ്മളെ മറ്റോൻ്റെത്, പിന്നെ നമ്മളെ കാമരാജൻ. ഓന്റെ കാമരാജൻ രാഹുല് നിങ്ങളെ പാർട്ടിയിലാക്കി. രാഹുലിനെ മാത്രം പറയൊന്നും വേണ്ട, നിങ്ങളെ മുകേഷ് അത്ര മുകേഷിനെ പറയുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി മുകേഷിനെ പറയും, രാഹുൽ പറയും രാഹുലിനെ. വേണ്ട. രാഹുലിനെയും മുകേഷിനെയും പോലെ രാഷ്ട്രീയ മാലിന്യങ്ങളൊന്നും ചർച്ച ചെയ്യേണ്ട ഒരു വേദിയല്ല ഇവിടെ. ഇവിടെ അതിൻ്റെതായിട്ടുള്ളൊരു സഭ്യത ഉണ്ട്, അതുകൊണ്ട് അത് ഇവിടെ വേണ്ട.
പെണ്ണ് രാഹുല എന്തിനാ ജയിലില് കിടക്കണ് CPM കൂടെ പോയി കൂടെ വേഗം പാർട്ടി നമ്മളെ ചേർത്ത് നിർത്തൂലേ പെണ്ണ് രാഹുല എന്തിനാ ജയിലില് കിടക്കണ് CPM കൂടെ പോയി കൂടെ വേഗം പാർട്ടി നമ്മളെ ചേർത്ത് നിർത്തൂലേ ചങ്ങായി ഇന്നെല്ലാം അങ്ങോട്ട് ആകെ ചടച്ചെന്ന് വെച്ചാല് ഞാൻ എൻ്റെ ഇമ്മാരെ കുടുംബത്തിൻ്റെ ഒരു കല്യാണം ചങ്ങ ആര് കല്യാണം എന്ന് ചോദിച്ചാൽ ആ കറക്റ്റ് ഓർമ്മയില്ല എന്തൊക്കെ ഉണ്ടായാലും ഫുഡ് കഴിച്ചിട്ടാണല്ലോ നമ്മളെ ബന്ധം ഫുഡ് കഴിച്ച് കഴിഞ്ഞേക്കാനെ കുറേ താത്തമാരെന്ന് കണ്ടു എടാ എനിക്ക് ഓർമ്മ ഉണ്ടോ ചോദിച്ചു നമ്മളെന്താ പറയാ ഓർമ്മ ഉണ്ടെന്നല്ലേ പറയുള്ളൂ ഓർമ്മ ഉണ്ടെന്ന് ആരാന്ന് ചോദിച്ചു അവിടെ ഞാൻ പോയി അവിടെ പോയൊക്കെ എടാ എനിക്ക് ഇന്നെ ഓർമ്മയില്ലേ ഞാനല്ലേ അന്നെ കയ്യിൽ ഇങ്ങനെ വളർത്തി ഈ കയ്യിൽ ഇങ്ങനെ വളർത്തി ഈ കൈ കൊണ്ട് ഇങ്ങനെ വേണ്ട എന്താ അങ്ങനെയൊക്കെ മാറ്റി ചാകണം ഒരിക്കലും ആ വിഷമം തീർക്കാൻ വേണ്ടി 2 പ്ലേറ്റ് ആ ഒരുമാതിരി ഒരു കളികള് ആ അല്ല നാളെ ക്രിസ്മസ് അല്ലേ നമുക്ക് ഒരു കരോള് പോകണം. അല്ല ക്രിസ്മസ് ഹറാമാണോ ഹലാലാണോ അങ്ങനൊക്കെ ചോദിച്ചാ ജംഹൂറുൽ ഉലമാ യഖൂലൂൻ വഹാദാ ഫീ മുഖ്തലഫുൻ കസീറ അത് ഹറാമോ ഹലാലോ എന്തായിക്കോട്ടെ നമുക്ക് നമ്മ നിയത്തിനനുസരിച്ചാണ് മനസ്സിലായത്. അപ്പൊ നബിദിനെ ഹറാമാണ് അത് ബിദ്അത്താണ്. അതിൽ വേറെന്താ മതി നബിദിനവും ക്രിസ്മസും നമ്മൾ ചർച്ച ചെയ്യണ്ടല്ല. നമ്മളിപ്പോ ആഘോഷങ്ങൾ അതിരി അടക്കരുത്. പിന്നെ ഇപ്പൊ എന്താ വെച്ചാല് അധിക നേരം ഇനിയിപ്പോ കുറെ സംസാരിക്കാണ്ട്, പക്ഷെ അധിക നേരം നമുക്ക് ഇപ്പൊ ഇവിടെ നിന്ന് സംസാരിക്കാൻ നേരല്ല. മഞ്ഞപ്പ കത്തും. എന്തെങ്കിലും മഞ്ഞോടെ കത്തിക്കണ നീ പദവാ മഞ്ഞ കത്തു സാധ്യത മഞ്ഞ ഇക്കാലത്ത് വെച്ച് നോക്കുമ്പോ മഞ്ഞ കത്താനില്ല. ഏകദേശം തണുപ്പല്ലേ സാധ്യത കുറവാ. തണുപ്പല്ലേ സമയം സാരേ മഞ്ഞ കത്താൻ സാധ്യത കുറവായിരുന്നു. കത്തേണ്ടല്ലോ മതി മഞ്ഞ കത്തും തോന്നുന്നില്ല. നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും. പാട്ടൊന്നുമില്ലേ? പാട്ടുണ്ടല്ലോ. ചെങ്ങായി തൂക്കിയേ വിൽപ്പാട്ട് ആശാനും പിള്ളേരും തൂക്കിയേ വിൽപ്പാട്ട് തൂക്കിയതാരപ്പ ആശാനും കൂട്ടരുമാണപ്പ വില്ലടിച്ചതാരപ്പ ആശാനും കൂട്ടരും തന്നപ്പ. ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട ഇഷ്ടപ്പെട്ട അല്ലാകപ്പെട്ടല്ലോ സക്കീറ സുലൈമാന സഫീക്ക അവിടെ ആ സൈഡിലിട്ടോ, അവിടെ ആ സൈഡില് ടിക്കറ്റ് എന്താ ഓൻ്റെ ഒരു ഇലിമ് എന്തല്ല മൈക്കറ്റല്ല പോളെ സെറ്റാ സെറ്റല്ലേ കുന അവിടെ വരില്ല കുന തടിയുള്ള മേനി തൻ ഉശിരുള്ള പവറുള്ള പുതു പുതു ആശാനേ നിന്റെ അഴകേറും ചിരിയാലെ സദസ്സിനെ ഒന്നാകെ വലയിട്ട് പിടിച്ചോനേ പൊന്നെ വലയിട്ട് പിടിച്ചോനേ. പറവോനെ എന്തൊക്കെയാ നമ്മള് പരിപാടികള് പറയണ്ടേ പിടിച്ചോട്ടാ. പരിപാടികൾ പലവിധമാണ്. ഞെട്ടികളുണ്ട്, പറ്റികളുണ്ട്, ക്രിട്ടികളുണ്ട്, വെളുപ്പിക്കലുണ്ട്, വെറുപ്പിക്കലുണ്ട്, പ്രകീർത്തികളുണ്ട്, ഇഹത്തിലും പരത്തിലും ഉറപ്പിക്കലുണ്ട്. അവസാനം ഇൻഷാ അല്ലാഹ് ഒടുക്കത്തിൽ നമ്മളൊരു കലക്കലുണ്ട്.
അല്ല ആ കൊറേ കല്ലുകളുണ്ടല്ലോ എവിടുന്നാ? ഏ? കൊറേ കല്ലുകളുണ്ടല്ലോ അതില്. അതന്നോട് പറയാ. ആ പറ പറട്ടാ. പറയടാ. അവിടെ വേണോ ഇവിടെ വേണോ? പറയടാ. ആ എന്നോട് പറയാ. ആ പെരിന്തൽമണ്ണ പോയി. പെരിന്തൽമണ്ണ മുസ്ലിം ലീഗിന്റെ ഓഫീസിന് മുമ്പ് പോയി എത്രങ്ങാനും കല്ലുകളെന്നറിയോ? പെറുക്കി വാരി പെറുക്കി വാരി പെറുക്കില്ല. ഇങ്ങനെ വിളിച്ചാൽ ആൾക്കാർ തത്ത വിചാരിച്ച. അത്രേ ഉള്ളൂ. ആ പിന്നെ ആ ഏതായാലും മൊത്തത്തിൽ പാളിക്കണേ. പാളിയില്ല. പാളി 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 മീരാനെ എവിടോ കേട്ടിക്കണല്ലോ. ഇജ്ജ് കേട്ടിട്ടുള്ളൂ, നമ്മക്കിത് അനുഭവം ഉണ്ട്. അത് കേൾക്കണം എനിക്ക്. ആ പറ. ആ ഒരു 90, 93, 98 98 ഉറപ്പിച്ച. ഉറപ്പിക്കും 98 ഒരു വട്ടം. 98 ഉറപ്പിച്ചു. ആ ഉറപ്പിച്ചു. 98 കണ്ണട വെച്ചിട്ട് മനുഷ്യന്മാരെ കാണില്ല. ഓ പീപ്പിൾ. അപ്പോൾ പറയാം. 98 ഒരു പെണ്ണ് കാണൽ ചടങ്ങ്. പെണ്ണാണാൻ പോയി. പെണ്ണാണാൻ പോയി എന്നോട് പറയാ. പോയ ബസ്സിന്റെ പേര് KKPP. ആ കിട്ടിയാ കിട്ടി, പോയാ പോയി. അപ്പൊ എന്നോട് പറയാ തിരിച്ചു പോകുന്ന ബസ്സിന്റെ പേര് PP സൺസ്. പണി പാളി. പാളിയില്ല. പാളി മൊത്തത്തിൽ പാളിയില്ല. പാളി മൊത്തത്തിലാണ് പാളി. മനസ്സിലായി. അതാണ് എന്റെ അനുഭവത്തിലുള്ള ഒരു പാളി. ഞാനേ നമ്മളെ നാട്ടിൽ മൊത്തം പാളില്ല. ഇപ്പം നമ്മളെ നാട്ടിൽ എന്താ പാളില്? പറഞ്ഞുതരാ. ഞാൻ അങ്ങനെ അങ്ങാടി കൂടെ നടന്നപ്പോളേ എന്തോ ശബരിമല എന്തോ മാട്ടീന്ന മൾട്ടീന്ന പോറ്റിയ കേറ്റിയ അങ്ങനെ എന്തോ ഒക്കെപ്പാട് ഒരു ഇച്ചെന്താ അതിനൊരു പിടുത്തല്ല. ഇച്ചു വലിയ പിടുത്തോന്നില്ല. പക്ഷെ ഇച്ചൊരു കാര്യം അറിയാം. അത് പറ ചെങ്ങായി എന്നോട് പറയാ. കൂടുതലൊന്നും അറിയില്ലെങ്കിൽ അറിയുന്ന ആൾക്കാരില്ലേ? അറബിയിൽ തെരുവിച്ചില്ലേ? കാര്യങ്ങൾ ഗൗരവത്തോട് കൂടി തെറിയൊന്നുമില്ല. പോട്ടെ ആശാൻ. കാര്യങ്ങൾ കാര്യബോധത്തോടു കൂടി കാരണവർ പറയട്ടെ. അല്ല സക്കീർ? അതേ സുഹൃത്തെ, കാര്യങ്ങൾ കാര്യബോധത്തോടു കൂടി ശ്രവിക്കാനുള്ള നേരമായി. നമ്മുടെ നാട്ടിലിപ്പോൾ ചർച്ച പാളിയാണ്. പാളികളിലേക്കുള്ള യാത്രയാണ് മുഴുവനും. പണ്ടൊക്കെ ശബരിമലയിലേക്ക് 18 പടവുകൾ കയറിപ്പോയി അയ്യപ്പനെ കണ്ടിരുന്ന അണികളിപ്പോൾ 18 അടവും മുറുക്കിക്കെട്ടി അയ്യപ്പനെ ആ പാളികൾ കെട്ടെടുക്കാനുള്ള ശ്രമത്തിലാണ്. അതുകൊണ്ട് ജാഗരൂകരാകുക. ഇതിനു പിന്നിൽ ഒരു വലിയ ശക്തികളുണ്ട്. പോറ്റിയെന്നൊക്കെ കേറ്റിയെന്നൊക്കെ പറയുമെങ്കിലും ചില മൂടുപടങ്ങൾ ഇതിനു പിന്നിൽ അഴിഞ്ഞു വീഴാനുണ്ട്. ഗന്ധർവ തുടങ്ങിക്കോളൂ. തുടങ്ങിക്കോ. പിണറായി സ്വർണം മുഴുവൻ ചെമ്പാക്കി സമ്പത്തും സ്വർണവുമെല്ലാം നമ്മൾ തന്നെ നേടും. ഞാനാ പിണറായി സ്വർണം മുഴുവൻ ചെമ്പാക്കി സമ്പത്തും സ്വർണവുമെല്ലാം നമ്മൾ തന്നെ തിന്നിടും. പിന്നെണ്ട് എന്താണ് പാടി? മറന്നോ? സുഖല സുഖം സുന്ദരം. ബീരാന ഇന്നലെ നമ്മളെ ചമ്മാട്ടങ്ങാടിയിൽ ഞാൻ പോയിന്നല്ലോ. ഇന്നലെ ചമ്മാട്ടങ്ങാടി പോയപ്പോളേ വലിയ വളിയല്ല വലിയ വരി. ഞാൻ കേട്ടത് വേറെ കേട്ടോ. ഇച്ചറിയില്ലത് എന്തിന്റെ വരിയാന്നല്ലേ. ഞാന് മറ്റേ ഇതുണ്ടല്ലോ നീർച്ച അതാ നീ സൈക്കിൾ കയറിയിരുന്നു. ഒരു കവറെടുത്തു. നല്ല പരിപാടി. പിന്നെ മനസ്സിലാവണേ ഇത് മറ്റേതാന്ന്. പിന്നെ മനസ്സിലാവണേ മറ്റേതാ നമ്മളെ സിറിന്റെ വരി. സിറോ വലിയ വരിയല്ലേ? വലിയ വരി അത് സിറല്ല ചങ്ങായേ. ആ ജാമ്യയിലാണല്ലോ പഠിച്ചണേ. ഈ അറബിക് മീഡിയ ആയതുകൊണ്ട് എനിക്ക് ഇംഗ്ലീഷിൽ നോളജ് കുറവാണ്. പിന്നെ അത് മാത്രല്ല വേറെ മറ്റേ BMW കാരുണ്ട്. BMW അപ്പൊ അതിന്റെ വണ്ടി കച്ചവടത്തിന് പോയോ? അതല്ല ചങ്ങായി മറ്റേ കണക്ക് നോക്കുന്ന ആൾക്കാരില്ല. ആ ചങ്ങായി BMW അല്ല BLO. എന്നോട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. 5 വരായിട്ടില്ല ഇപ്പൊ. അതെ അവരെന്നാ. അപ്പോ അങ്ങനെയാണ് കാര്യങ്ങള്. അങ്ങനെ തന്നെ കാര്യങ്ങള്. അപ്പൊ എന്താ സംഭവം? സംഭവം എന്താ വെച്ചാൽ ഇന്നലെ ചമ്മാട്ടങ്ങടി പോയി ഇതിങ്ങനെ പറഞ്ഞ എന്നോട്. എന്താ വെച്ചാല് സിറിന്റെ അവസ്ഥ വലിയ വരിയന് ബാക്കി നാസാൻ പറയട്ടെ. അപ്പൊ അങ്ങനെയൊക്കെയാണ്. ഏതായാലും എന്നോട് പറയാം. ഇത് വല്ലാത്തൊരു സംഭവമാണ്. സുഹൃത്തുക്കളെ,
ദയവായി കാത്തിരിക്കൂ. ബയോമെട്രിക് ഒതൻറ്റിഫിക്കേഷൻ പരിശോധിക്കുന്നു. SIRനെ പറ്റിയിട്ടുള്ള നിങ്ങൾക്കുള്ള വിവരണം ഇതാണ്. SIR എന്താണ് എന്ന് ആ വാക്യത്തിൽ തന്നെയുണ്ട്. അതിൻ്റെ രഹസ്യവും അതിൻ്റെ രാഷ്ട്രീയവും ആ വാക്കിൽ തന്നെയുണ്ട്. അഥവാ അധികാര കയ്യാളന്മാർ ജനങ്ങളെ മുഴുവൻ അവരുടെ കാൽപ്പിടിയിലൊതുക്കി ലക്ഷോപലക്ഷം ആളുകളെ പുറത്തേക്കെറിയാനുള്ള, അവരെ ഈ രാജ്യത്ത് നിന്ന് തൂത്തെറിയാനുള്ള പദ്ധതിയാണ് SIR. അതിനെതിരെ നാം നമ്മുടെ ശബ്ദം ഉയർത്തേണ്ടതുണ്ട്. ഗന്ധർവന്മാർ. പടിഞ്ഞാറ് ചന്ദ്രൻ ഉദിച്ചല്ലോ, ശാഖയിൽ വില്ല് പിറന്നല്ലോ, കേട്ടോ ഇത് RSSൻ വംശീയ കീർത്തനം. ഓ കേട്ടോ ഇത് RSSൻ വംശീയ കീർത്തനം. പടിഞ്ഞാറ് ചന്ദ്രൻ ഉദിച്ചല്ലോ, ശാഖയിൽ വില്ല് പിറന്നല്ലോ, കേട്ടോ ഇത് RSSൻ വംശീയ കീർത്തനം. ഓ കാണാം ഇത് കാവിക്കൊടിയുടെ വമ്പൻ പദ്ധതികൾ. മോനെ റജബ് വരുന്നുണ്ടല്ലോ. ഇതാണ് പറ്റാത്ത, അല്ലെങ്കിൽ ഇവിടെ 5 ആൾക്കാർ സ്ഥലമല്ലോ. ഇവർ റജബും കൂടി വന്നിട്ട് എന്താ ടൈം ചെയ്യാനായില്ല. ചങ്ങായി അതല്ല, റജബ് മാസ നിലാവ് പോലെ അങ്ങനെ ക്ലിയർ ആക്കി അല്ല ബിരാന. എന്താ റജബിന്റെ പ്രത്യേകത? അതെനിക്കറിയില്ല. അല്ല അല്ല അല്ല, ഫീഹ അല്ല, മിൻഹ. പറഞ്ഞിട്ടില്ല കള്ളൻ. അപ്പൊ അതാണ് സംഭവം. അള്ളാഹു പവിത്രമാക്കിയ മാസങ്ങളിൽ 1 റജബ്, യുദ്ധം നിഷിദ്ധമാക്കിയ മാസങ്ങളിൽ 1 റജബ്. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകള്. പിന്നെ എന്നോട് പറയാ, അപ്പൊ കാര്യങ്ങളൊക്കെ എനിക്ക് തിരിഞ്ഞില്ലേ? മനസ്സിലായി തിരിഞ്ഞോ? ഇല്ലെങ്കിൽ നട്ടം തിരി. അപ്പൊ എന്നോട് പറയാനുള്ളത് ഡിസംബർ 31 ഏതാടെ? ഡിസംബർ 31 ന്യൂ ഇയർ. അപ്പോൾ ഞാൻ എന്നോട് പറയാ, ഏത് അടിച്ചാൻ പോകണ്ട, ചുംബന മത്സരം നടത്തണ്ട, ചുംബന സമരം നടത്തണ്ട, പിന്നെ ഓടണ്ട, ചാടണ്ട, തുള്ളണ്ട. ഏതാ മാസം? റജബ. അപ്പൊ ഓക്കെ, സെറ്റ്. മനസ്സിലായില്ലേ? മനസ്സിലായി. പിന്നെ ഞാനോട് പറയാനുള്ളത് എത്രങ്ങാനും കൊലകൾ പറഞ്ഞപ്പോഴാ നമ്മളെ കുഞ്ഞാക്കാന്റെ തൊടൂലെ കൊല. എന്തെല്ലാം കൊലകളാ! നേന്ത്രന്റെ കൊല വേറെ, മൈസൂരിന്റെ കൊല വേറെ, റോബസ്റ്റ് വേറെ, പൂവമ്പായം വേറെ. സോറി, ഞാൻ പറഞ്ഞുതരാം. നല്ല മുന്തിരി കൊല, പിന്നെ നമ്മളെ തേങ്ങാ കൊല, പിന്നെ നമ്മളെ അതല്ലേ ചെങ്ങായി, അതല്ലേ ഈ പറയണത്. ഞാൻ എനിക്കിങ്ങനെ തലാട്ടി തരുന്നുണ്ട് ഈ കൊലകൾ മുഴുവൻ എണ്ണി പറയല. അതല്ല പറയാ, അടിച്ചിട്ട് വരണ്ടേ, ഷട്ടറൊക്കെ എടുക്കണ്ടേ. പിന്നെ അപ്പൊ കൊലകൾ ചെങ്ങായി ഇത് വളരെ ഗൗരവമുള്ള സാധനമാണ്. ഗൗരവല്ലേ? വെറും ഇങ്ങനെ വരച്ച് നടന്നാ പോലെ. സുഹൃത്തുക്കളെ, കാര്യം കുറച്ച് ഗൗരവമാണ്. നമ്മുടെ നാട്ടിൽ ഇന്ന് മരണത്തെ നിയന്ത്രിക്കുന്നത് ആൾക്കൂട്ടങ്ങളാണ്. മരണത്തെ നിയന്ത്രിക്കുന്നത്. പ്രബുദ്ധ കേരളമെന്നും ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന കേരളത്തിൽ പോലും ഇന്ന് ആൾക്കൂട്ട കൊലപാതകങ്ങൾ ഒരു പകൽ സത്യമായി മാറിക്കഴിഞ്ഞു. ഈ ഒരു അവസരത്തിൽ ജാഗരൂകരാവുക എന്നുള്ളതാണ്, പ്രതികരിക്കുക എന്നുള്ളതാണ്, ശബ്ദങ്ങൾ ഉയർത്തുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യവും. ആകെ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ കൊലകളാണല്ലോ എന്നും, അങ്ങുമിങ്ങും വംശീയതയുടെ കൊലകളാണല്ലോ. ആകെ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ കൊലകളാണല്ലോ എന്നും, അങ്ങുമിങ്ങും വംശീയതയുടെ കൊലകളാണല്ലോ. മോനെ സെറ്റല്ലേ? ഇതുവരെ സെറ്റല്ലേ? സെറ്റാണേ. അല്ല മോനെ, ഞാൻ കേട്ടത് ശരിയാ? കേട്ടത് ശരിയാ. തീരെ ശരിയാ അല്ല ജല കേട്ടേ ശരിയാ തെറ്റോ എനിക്കങ്ങനെ ഇജ്ജ് പറയണ. ഇജ്ജ് പറഞ്ഞത് ശരിയാട്ടോ, അയച്ചറിയില്ലല്ലോ. അപ്പോ ശരീനെ പറ്റി പറയണെങ്കിൽ എന്താണ് ഇപ്പൊ അത്? മറന്നോ? കേട്ടത് ശരിയാണോ? അതേ സുഹൃത്തുക്കളെ, നാം കേട്ടത് ശരിയാണ്.
നമ്മുടെ നാട്ടിൽ ഗാന്ധിവധമൊക്കെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂവെങ്കിലും ഇന്നത്തെ പുതിയ തലമുറ പുതിയൊരു ഗാന്ധിവധത്തെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി, VB റാംജി പദ്ധതി എന്ന പേരിൽ ഇവിടെ പുതിയ നാമകരണം ചെയ്യപ്പെട്ടുകൊണ്ട് അവകാശങ്ങളെല്ലാം ഹനിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അതിനെതിരെ പ്രതികരിക്കാനും ആ പദ്ധതികളൊക്കെ നടപ്പിലാക്കാൻ പോകുന്നത് അവയൊക്കെയും കടക്കൽ കത്തിവെക്കുന്നത് സമൂഹത്തിൻ്റെ സാഹോദര്യ മനസ്സിൻ്റെ മേലിലാണ് എന്നുള്ള ദൗത്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. സംഘികൾ ഒരുങ്ങുന്നുണ്ട്, അടവുകൾ പറ്റുന്നുണ്ട്, നുണകൾ ഒരുക്കുന്നുണ്ട് കാനോത്ത്. ഹോ പേരുകൾ മാറ്റിക്കൊണ്ട് പലതും മറിച്ചും കൊണ്ട് കരയിൽ ഒരുങ്ങുന്നുണ്ട് വാളൂട്ട്. ഹോ പല പല നിയമത്തിൻ്റെ പല പല പദ്ധതിയല്ലേ കലപ്പില നിറഞ്ഞരിഞ്ഞ് ഇന്ത്യയില് ആ ജമ്മുന്റെ പദവി കളഞ്ഞ്. പിന്നെ ഈ ചുവപ്പ് അടുത്തൊന്നും കത്തില്ല. എന്നാലും സർഗസംഗമത്തിൻ്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി നമുക്ക് അവസാനിപ്പിക്കാല്ലേ? അല്ലേ? എന്നാ പിന്നെ അവസാനിപ്പിച്ചോളൂ. പോകാണ് നമ്മൾ, പോകാണ് ആശാനും കൂട്ടരും, പോകാണ് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയിട്ട് പോകാണ്, പോകാണ് നമ്മൾ പോകാണ്. ഇതിങ്ങനെ തൊള്ളട്ടാലല്ലേ നമ്മൾക്ക് അറിയുള്ളൂ. ഇനിയിട്ടിട്ട് കാര്യമില്ലാന്ന് അതാണ്. എന്നിട്ട് അല്ല അങ്ങനെ പറ്റി പറയും. എലക്ഷൻ ഒക്കെ അല്ലേ, അതിന്റെ ഒരു ഇതാ. അതാണല്ലേ? അതന്നെ. അല്ല അങ്ങനെ വോട്ടുണ്ടോ? ഓ പിന്നെ വോട്ട് ചെയ്യപ്പോ പട്ടിക വരണമെന്നുണ്ടോ? അതും ശരിയാണ്. അല്ല ഇപ്പൊ ഇവിടെ ആരാ ജയിച്ചേ പറയും? മായാവി തോറ്റി. മായാവി തോറ്റോ? തോറ്റി. അപ്പൊ ലുട്ടാപ്പിയാണ് ജയിച്ചേ? അല്ല കാദർക്ക. കാദർക്ക. ഏത് നമ്മളെ മൂപ്പർക്കെന്താ പണി? മൂത്തർക്കെന്താ പണി? മെമ്പറായില്ലേ? അത് അങ്ങനെ. എന്നിട്ട് കാദർക്കന്റെ വിശേഷം പറയും. ഇങ്ങനെ ഉണ്ടാക്കല്ലേ? കാദർക്കേക്ക് വിശേഷമൊന്നുമില്ല. ഒന്നുമില്ലേ? കാദർക്ക് വരണൊന്നുമില്ലേ? വരുമോ? വേഷവിധാനൊക്കെ അങ്ങനെ മാറിയല്ലോ. അതൊക്കെ അങ്ങനല്ലേ? അല്ല നമ്മൾ ആശാനാണ് പോയി. ആശാനെ കാണുന്നില്ല. ഇതാ ഇവിടെ ആരുമില്ലല്ലോ. ആശാനെ ഒന്ന് വിളിച്ചോ കണ്ടോ? ഇന്ന് വിളിച്ചോക്കി. ഹലോ ആശാനെ, ഇപ്പൊ വരാൻ ഞാൻ കൂട്ടാൻ വരണോ? ആ ആ ആശ ഇപ്പൊ എത്തുട്ടോ. ഓണ്ടവേ ആ ഇപ്പൊ വരുന്നേ. കാതർക്ക കേട്ടോ? കാതർക്ക കേക്കുണ്ടോന്ന്? കാതർക്ക ആശ ഇപ്പൊ വരുന്നേ. ആശ ഇപ്പൊ വരുന്ന്. ആശാൻ എത്തിന്നാ തോന്നുന്നുണ്ട്. ആശ എത്തി. നമ്മളെ വൈബ് മാസ ശരിയാ. ഇപ്പൊ പാട്ടൊക്കെ പാടാനുള്ള ആളല്ലേ? എന്നിട്ട് ഇങ്ങനെ കളിച്ച് നടന്നാൽ മതി ഞങ്ങളെ കൂടെ. കാതർക്ക നോക്കിയവന്റെ കഥ നിർത്തടാ സഹൃദയരെ. ഓ സെൻസർഷിപ്പിന്റെ കാലത്ത് സെൻസറുകളൊന്നും കൂടാതെ പച്ചക്ക് യാഥാർത്ഥ്യത്തെ
തുറന്നു കാട്ടാനായി ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നു വില്ലുപാട്ട്. പാട്ട് ഞങ്ങള് തുടങ്ങുകയായി, വില്ല് ഞങ്ങള് അടിക്കുകയായി, പാട്ട് ഞങ്ങള് പാടുകയായി, ആശാൻ ഇതായിരിക്കുകയായി. നിങ്ങളിതെന്താ വേഷം മാറി? ഇയാൾ അപ്പോഴേക്കും നിറം മാറിയോ? ഓന്തിനെ വല്ലല്ലോ. അത് ഞാൻ പറയാം അങ്ങോട്ട്. ബേസിക്കലി ഞാനൊരു വില്ലടിച്ച പാട്ടുകാരനാണ്. അതേപോലെ തന്നെ എൻ്റെ ഒരു സൈഡ് ബിസിനസ് ആയിട്ട് കുറച്ച് രാഷ്ട്രീയം. അതാണ് സൈഡ് ബിസിനസ് ആണോ? അല്ല ഇഞ്ഞെന്താ ഈ കാർപ്പലിട്ടിട്ട് നിൽക്കുന്നേ? എന്താ വിശ്വാസപരമായിട്ട് ഇഞ്ഞോ വിശ്വാസം ഒന്ന് പോയിട്ടായിരുന്നു. എനക്കല്ലാറിനോട് ഇഞ്ഞ അങ്ങോട്ട് പറയാൻ പറഞ്ഞു. അതായത് ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കൾ, കുറച്ച് കേക്കുണ്ടോ? ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കൾ, ആര് കുറച്ച് ബിസിനസ് പാർട്ട്നേഴ്സ്, ഞങ്ങളിൽ കുറച്ച് ആൾക്കാർ ഭയങ്കര സഹായ മനസ്കതയാണ്. അതായത് ഓല് എന്താ വെച്ചാൽ ലോണൊക്കെ എടുത്തിട്ടൊക്കെ എന്ത് ചെയ്യും, സംഭാവന ചെയ്യും. ലോണൊക്കെ എടുത്ത് സംഭാവന ചെയ്യും. അപ്പൊ അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ എന്ത് ചെയ്യാ ഇതാക്കുന്ന അതിന്റെ ഒരു ബിസിനസ് ടൂറിന്റെ ഭാഗമായിട്ട് ഇപ്പൊ നമ്മള് ശബരിമലക്ക് ഒന്ന് പോയി. അവിടെ ഈ വേഷം ഇല്ലാണ്ട് കയറ്റൂലല്ലോ, സംഗതി അതാണ്. ആഹാ അതെനക്ക് മനസ്സിലായിക്ക്. ഒന്നും കാണാണ്ട് ഞാൻ അങ്ങോട്ട് പോകലോ. ഇത്രയും കാലമായിട്ട് ഞാൻ മല നെയ്താൻ പോലും എനിക്ക് അറിഞ്ഞൂടാ. എന്നിട്ടാണ് ഇനി കളി കളിക്കുന്നേ. അല്ല എന്നിട്ട് ലാഭം തണ്ടോ? വെറുതെ പോയാന്നോ? ലാഭം എന്ന് പറയുമ്പോ ഇപ്പൊ നിങ്ങൾക്കുള്ളതൊക്കെ കിട്ടിയിട്ട് അതിന്റെ ബാക്കിയെല്ലാം നമുക്ക് കിട്ടുള്ളൂ. നിങ്ങളെ മാതിരി അല്ലല്ലോ നമ്മള്. ഓ നമ്മക്കെന്ത് കിട്ടാന്? ഞാനേ ചോദിക്കാൻ നിക്കേനു. പറഞ്ഞോ. അല്ല ഈ ഇലക്ഷനിൽ നിങ്ങളെ വാർഡ് മാത്രം ഞാൻ ചോന്നോയി. അത് ഞാൻ കുറച്ച് ഓറഞ്ച് കൂട്ടിയാൻ കഴിച്ചതാ. അതായത് നമ്മളെ കഴിച്ച് കുറച്ച് പച്ചയായ കാര്യങ്ങൾ പറയാം. രാഷ്ട്രീയ വടംവലികൾക്കും ആക്രാന്തത്തിനുമപ്പുറം യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നത്? ആർക്കും അറിയാത്ത എന്തൊക്കെയോ മായിക കാഴ്ചകൾ. ഓരോ നാട്ടിലും ഓരോ സ്ഥലത്തും ആർക്കും പറയാനാകാത്ത എന്തൊക്കെയോ അറിയാത്ത സത്യങ്ങൾ. ശബരിമല കണ്ട പൂങ്കാറ്റേ, പാളികൾ 4 എടുത്താട്ടെ, പാളികൾ 4 എടുത്തിട്ട് ചെമ്പങ്ങ് 4 വെച്ചാട്ടെ. അല്ല നിങ്ങൾ ഈ നാട്ടുകാരനല്ലേ? അതാ ഞാൻ പറയാൻ വിചാരിച്ചത്. എന്താന്ന് വെച്ചാല് എന്നെ ഇവിടെ നാട്ടുകാർ കുറെ ആൾക്കാർ എന്നെ കാണുന്നില്ല, മെമ്പർ ഇവിടെ ഇല്ല, മെമ്പർ അങ്ങ് പോയിക്കില്ല. ഞാൻ ഇന്നലെയും കൂടി കേട്ടി നിങ്ങൾ ഇവിടെ ഇല്ലാന്നുള്ള കാര്യം. കേക്കടോ, അതായത് ഞാൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ 5 ഹൗസ് അങ്ങ് കുറ്റാടിയാ. 5 ഹൗസോ? സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിട്ട് മെമ്പർ വൈഫ് ഹൗസ് കുറ്റിയാടാനെ കൊണ്ട് 4 നേരം നല്ലോണം കിട്ടും ഇങ്ങനെ തിന്നാനേ. അത് കിട്ടും. നല്ലോണം ഇങ്ങനെ കിട്ടുന്നേരം ഇങ്ങനെ തടിച്ച് കൊയ്ത്ത് ഇങ്ങനെ കിടന്ന് അങ്ങനെ കിടന്നു പറഞ്ഞാൽ നല്ല സുഖ. അതാണ് നിങ്ങളെ കൂടെ വന്ന തടിനെ കണ്ടിപ്പിക്കാൻ അത് ജന്മൻ അങ്ങനെ തന്നെ. അതാ അതിൻ്റെതല്ല. അപ്പോ നമ്മൾ ഇലക്ഷൻ ആകുന്നേരം ഇങ്ങോട്ട് മാത്രമേ വരൂ. അവിടെ പോയി നിൽക്കൂ. കാരണം വൈഫിന് കൂടുതൽ കംഫർട്ടബിൾ ആടിയാ. നിങ്ങൾ വല്ലാണ്ട് ഓക്കോടാണ് കേട്ടോ. വർത്താനം എന്തൊക്കെ പറയും ഇലക്ഷന്റെ ഇതൊക്കെ പറയും. നിങ്ങൾ മിണ്ടാൻ എന്താ അവസ്ഥ? എലക്ഷൻ എന്താന്ന് ഞാൻ ഒരു കാര്യം പറയട്ടെ. പറഞ്ഞോ. ഞാൻ നോക്കുന്നേരണ്ട് എലക്ഷൻ ഇങ്ങനെ എല്ലാവരും വോട്ട് കുത്താൻ വരുമല്ലോ. വോട്ട് കുത്താൻ വരുന്ന സമയത്ത് ഫസ്റ്റ് ഒരു ഉമ്മാമ നല്ല പ്രാർത്ഥന, വോട്ട് കുത്താം, മോന്റെ പാർട്ടിക്ക് വോട്ട് കുത്താൻ സഹായിച്ചിട്ടുണ്ടാവും. അങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഫസ്റ്റ് ഇങ്ങനെ വന്ന് ഞാൻ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇതെന്താ അമ്മൂമ്മല്ലടോ, ഈ ചെങ്ങായിയാടോ, ഈനങ്ങൾക്ക് തിരിയണ്ടേ? ഇതോ ഇവൻ അമ്മൂമായി വന്നതിനാണ്. ഞാനങ്ങനെ മനസ്സിലാറിയോ ഇതൊരു കിളി സൗണ്ട് അല്ലേ? ആ സൗണ്ട് കേട്ടപ്പോ സംഗതി അവൻ പാട്ടാരനാന്നൊക്കെ പറഞ്ഞെടുക്കും. പക്ഷെ അവന്റെ സൗണ്ട് കിളി ആയോണ്ട് കേൾക്കുള്ളതാണ്. നമ്മളെ കൂടെ വന്നൊരു വൃത്തിനെ കാണുന്നില്ലല്ലോ. ആരെ പോയി? എന്റെ ഒരു വൃത്യനാടോ. എന്താ വന്ന്
പഠിച്ച തമ്പുരാനെ നമ്മളെ ഫോണല്ലേ 2 ലോക്ക് ഇട്ടിട്ടാണല്ലോ. നമ്മള് ഫോണല്ലേ 2 ലോക്ക് ഇട്ടിട്ടല്ലാന്നല്ലേ നമ്മള് വെക്കല്. പിന്നെ അങ്ങനെ പോയത് പിന്നെന്തിനാ വന്ന പറഞ്ഞോ? അത് സേഫാണ്. പിന്നെ വലിയ സംഭവമാണ്. എന്ത് സംഭവം? അത് മറ്റേതങ്ങനെ ഓരോരുത്തരും ചായ പിടിക്കാൻ പോയൊരു കേസില്ലടോ. അതൊക്കെ ഇനി ഇതാണോ മറ്റേ നമ്മളെ ഇതേക്കോ പെരിന്തമണ്ണ സഫ വന്ന അതാണോ? പറഞ്ഞോ മെസ്സി വന്നതിന് ഇത്ര വലിയ സംഭവം ഉണ്ടായിട്ട്. മെസ്സി വന്നതാ ഇപ്പൊ പറഞ്ഞ ഓന് പുസ്കസ് ഉണ്ടോടോ? ഇത്ര പുഷ്കാശാതെ അല്ല അതോ മെസ്സി അടുത്ത കാലം അടിച്ചാൽ ഞാൻ വിചാരിച്ചേ മെസ്സി അടുത്ത് പക്ഷക്കാരനൊക്കെ മനസ്സിലായില്ലേ? 3 ലക്ഷമല്ലാന്ന് എടോ ഒരു ചങ്കിന്റെ എണ്ണം കുറവാ, അതുകൊണ്ട് ഞാൻ വെച്ച്. ന്യായങ്ങൾ പലതുണ്ട്. നമ്മൾ പറയട്ടെ, നമ്മളൊരു രാഷ്ട്രീയക്കാരനെന്ന നിലക്ക് നമ്മൾ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണല്ലോ. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നതിൻ്റെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാം. എൻ്റർടൈൻമെൻറ്റിൻ്റെയും അനാവശ്യങ്ങളുടെയും പിന്നാലെ മനുഷ്യരെ കെട്ടിയിട്ട് കൊള്ളലാഭം കൊയ്തുകൊണ്ട് ജീവിക്കുന്ന ക്യാപിറ്റലിസ്റ്റ് ഇൻഡസ്ട്രികളാണ് ഇതിൻ്റെ പിന്നിൽ എന്നാണ് എനിക്ക് പറയാനുള്ളത്. മെസ്സിയേ മെസ്സിയേ എന്ത നീ വരാത്തതേ, ഇടതുകാലിൽ ഗോളടിക്കും കാൽപന്ത് മെസ്സിയേ. ആശാനെ 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 ഒന്ന് ശ്രദ്ധിക്ക ആശാനെ. സംഗതിയെ ഞാൻ അരവണ കൊണ്ടുവരാൻ മറന്നുപോയി. വേറൊന്നുമല്ല, ഈ നട്ടുപാരക്ക് കയറി അരവണൊക്കെ തിന്ന് അവിടെ ആരും ഉണ്ടാവില്ല എന്നാ ഞാൻ വിചാരിച്ചു. പറ്റിച്ചല്ല, ഇവിടെ ഒന്ന് ബാഗ് മാറിപ്പോയ ട്രെയിൻ ഞാൻ വരുമ്പോഴേ ഞാൻ കണ്ടതാ സംഗതി തന്നെയായിരുന്നു. വരുമ്പോ ഒന്ന് ഞാൻ മറന്ന് ഓക്കെ അംഗീകരിച്ച്. ആശാനെ സന്ന് ഞാൻ പറഞ്ഞു വന്നത് വെച്ചാൽ ഞാൻ രാത്രി നേരത്തൊക്കെ എന്താ അരവണയും കൊണ്ട് വന്നിട്ട് നിങ്ങൾക്ക് കാര്യമല്ല, നിങ്ങളൊക്കെ ഉറങ്ങിയേക്കുന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ വന്നേ. എന്താ പരിപാടി എന്താ രാത്രി ഞാൻ ഉറങ്ങാതെ എന്ത് പണിയായി ചെയ്യണെന്നൊന്ന് പറ. വേറൊരു വിഷയം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവനും കൂടി ഒരു പുരയില് വോട്ട് ചെയ്യിക്കാൻ പോയി. എന്നിട്ട് വോട്ട് ചെയ്യിക്കാൻ പോരോ മെസ്സിന്റെ കേസൊക്കെ ആണല്ലോ ഇവിടെ നടക്കുന്നത്. അപ്പൊ ഞാൻ ഇവിടെ നിൽക്കും, ഞാൻ പറയട്ടെ, മെസ്സിന്റെ കേസ് വന്നേരം ആണല്ലോ നമ്മൾ വോട്ട് ചെയ്യിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മള് വോട്ട് ചെയ്യിക്കാൻ പോരോ ഇച്ചങ്ങായി പെട്ടത് കേറി അങ്ങ് പറഞ്ഞ് ആ കുട്ടനോട് പറഞ്ഞ് മോനെ ഫാമിലി ഒക്കെ കൂടി വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മോനെ ഫുട്ബോൾ മാമ വാങ്ങി തരൂലേ. അന്നേരം കുഞ്ഞൻ ഇവന്റെ മുഖത്ത് നോക്കിട്ട് എന്താ പറഞ്ഞറിയാം, മാമ ഫുട്ബോൾ ഞാൻ മേലാക്കാ വാർഡിന്റെ ഇത് വോട്ട് ചോദിച്ചു പോയിരുന്നു. പറ്റൂല. അപ്പൊ ആശാനെ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ഈ നോക്കി കാതറാക്കുവോ ഞാൻ പറയുമ്പോ ഞാൻ പറയണത് ശ്രദ്ധിക്കണം, അല്ല എനിക്ക് ഹേർട്ട് ഔട്ടോ. നിങ്ങൾ ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കണം. ഓക്കെ ഓക്കെ. അപ്പോ ഞാൻ സംഗതി നേരം വൈകിയല്ലോ, ഈ കണ്ടവരൊക്കെ ഞാൻ ഉറങ്ങുന്ന വിചാരിച്ച്. സത്യം പറഞ്ഞാല് ഈ നേരത്തെ കയറി വരണം എന്ന് വിചാരിച്ചല്ല ഞാൻ. പിന്നെ നിങ്ങളിങ്ങനെ ഒരു വിൽപ്പാട്ട് നമ്മളെ പഴയ കലാരൂപമൊക്കെ ആണല്ലോ, അത് തിരിച്ചു കൊണ്ടുവരണല്ലോ, അത് പുനഃസ്ഥാപിക്കണമല്ലോ എന്നുള്ള നിലക്കാണ് ഞാൻ ഇവിടെ വന്നത്. അപ്പോൾ എനിക്ക് അധികാരം കാത്തുക്കാരൊന്നും കഴിയില്ല. ആ പച്ച ചോപ്പാണ് എന്നുബിക്കോടന്ന് പോണം. ആശാൻ കേട്ടുക്കോ. അതെ ആശാനെ, അതെ വല്ലാതെ ആരെയും നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നില്ല. അതെ, നമ്മളിത് അവസാനിപ്പിക്കുകയാണ്. വിൽപ്പാട്ട് കഴിഞ്ഞു ഞങ്ങളിതാ പോകുന്നു, ആശാനിത പോകുന്നു, കർട്ടനിത അഴിയുന്നു. അസ്സലാമു അലൈക്കും.